guys, welcome back to my channel Adriana Yuja. Guys, നമുക്ക് പാർട്ട് 2 ആണ് വീഡിയോയുടെ. മുന്നത്തെ വീഡിയോ കാണാത്തവർ വാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓടാം. മോർണിംഗ് വാക്കിംഗ്. ഗായ്സ്, നല്ല ചൂടാണ് ഗായ്സ്. പുറത്തൊന്നും ഇറങ്ങാണ്ട് നോക്കണം. അധികം ഇറങ്ങരുത് ഗായ്സ്. ഇറങ്ങിയാൽ പണി കിട്ടും ഗായ്സ്. ഗായ്സ്, നമുക്കിനി ജിമ്മിൽ ചെന്ന് നമുക്ക് ജിം എടുക്കാം. നമുക്ക് വൈകുന്നേരം കുളിക്കണോ ഗായ്സ്, അല്ലെങ്കിൽ ഇപ്പൊ കുളിക്കണോ ഗായ്സ്? പറയൂ ഗായ്സ്. അപ്പം ജിമ്മിലെത്തിയാണ്. നമ്മൾ ട്രെഡ്മില് ചെയ്തിട്ട് നമുക്ക് ജോലിക്ക് പോവാം ഗായ്സ്. കുളിച്ചിട്ട് ജോലിക്ക് പോവാം. കാർ ഷോറൂമിൽ വണ്ടിയൊക്കെ കിടപ്പുണ്ടാവും ഗായ്സ്. നമുക്കത് വിൽക്കണം. നമുക്കപ്പം സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് കുളിക്കാം ഗായ്സ്. ഗായ്സ്, അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഗായ്സ്. അപ്പം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ചിട്ടും വരാം ഗായ്സ്. കുളിച്ച് വരുമ്പോൾ നമുക്ക് കാണാം. കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഗായ്സ്. അപ്പം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ഓഫീസിലോട്ട് പോകാം. നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ഗായ്സ്. ഡ്രസ്സ് വേറെ ഇടാം ഗായ്സ്. അപ്പം നമ്മൾ ഡ്രസ്സ് വരട്ടിന്ന് നമുക്ക് വണ്ടി എടുത്ത് നേരെ ഓഫീസിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ നമുക്ക് മസ്താങ് എടുത്ത് നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് പോകാം ഗായ്സ്. നമുക്കിനി നേരെ ഓഫീസിലോട്ട് വിടാം ഗായ്സ്. നമ്മുടെ ജോലി നമ്മുടെ സ്വന്തം ഷോറൂമാണ് ഗായ്സ്. കാർ ഷോറൂമാണ്. ഇനി നമുക്ക് ഷോറൂമിൽ വെച്ച് കാണാം ഗായ്സ്. അപ്പം നമ്മൾ ഷോറൂമിൻ്റെ അടുത്തെത്തി ഗായ്സ്. നമ്മൾ ഷോറൂമിൻ്റെ അടുത്തോട്ട് കയറാൻ പോണേ ഗായ്സ്. ഇതാണ് ഷോറൂമിലേക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. നമുക്ക് ആള് വരാൻ വേണ്ടി കാണിക്കാം. ഷോറൂം ടൂർ കാണിച്ചു എങ്ങനെയാണ്, ഏതൊക്കെ വണ്ടി ഉണ്ടെന്നൊക്കെ കാണിച്ചു തരാം ഗായ്സ്. ഇത് നമ്മുടെ ട്രെയിലർ ഗായ്സ്. ഇത് വണ്ടി ഒരാളുടെ വണ്ടി വെച്ച് നമുക്ക് കൊണ്ടുവന്നിട്ടതാണ് ശരിയാക്കാൻ. അതായത് ഹമ്മർ ഉണ്ട്, റേഞ്ച് റോവർ ഉണ്ട്, ഫെറാറി ഉണ്ട്, സൂപ്പർ ഉണ്ട്, മസ്താങ് ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, JCB ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, ഓഡി ഉണ്ട്, റേഞ്ച് റോവർ ഉണ്ട്, പിന്നെ ഫോർച്യൂണർ ഉണ്ട്, പിന്നെ നമ്മുടെ ടാങ്ക് ഗായ്സ്. പിന്നെ അപ്സ്റ്റേഴ്സിൽ എൻവെൻഡോറും പിന്നെ മസ്താങ്കും ഫെറാറിയും ഉണ്ട് ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാ വന്നേക്കണേന്ന് ഗായ്സ്. നമുക്ക് ചെന്ന് നോക്കാം ഗായ്സ്. നമുക്ക് നേരെ ചെല്ലാം അങ്ങോട്ട്. ആളുടെ അടുത്തോട്ട് ചെല്ലാം. നമുക്ക് വിളിച്ച് ചോദിക്കാം. ഓക്കെ ഓൺലൈനിൽ കൂടി പേയ്മെൻറ്റ് എടുത്തിക്കൊന്നാ പറഞ്ഞു. അപ്സ്റ്റേഴ്സിലാണ് നമ്മൾ ആളേക്കണേ. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നാണ് പറയണേ. അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏത് വണ്ടിക്കാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഹമ്മറിനാ ഗായ്സ്. ഹമ്മറല്ല ഗായ്സ്, മാറിപ്പോയി. റോൾസ് റോയ്സ് ഗായ്സ്. സ്വത്ത് വണ്ടിയില്ല ഗായ്സ്. റോൾസ് റോയ്സ് എടുത്ത് നമുക്ക് ഇവിടുന്ന് പോവാം ഗായ്സ്. അപ്പുറത്തൂടെ പോറുണ്ട് ഗായ്സ്. നമുക്കിപ്പോൾ റോൾസ് റോയ്സ് എടുത്തിട്ട് പോവാം ഗായ്സ്. അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി പുറത്തിറക്കണം. പുറത്തിറക്കാൻ ഭയങ്കര പണിയാണ് ഗായ്സ്. ഇത്രക്കും വണ്ടികളിവിടെ നിറഞ്ഞിരിക്കണേ. എടുത്തുണ്ടോന്ന് തന്നെ എനിക്കറിയില്ല ഗായ്സ്. ടാങ്ക് ഗായ്സ്. നമുക്ക് പണി കിട്ടി ഗായ്സ്. നമുക്ക് ഓണറിനെ വിളിച്ച് പറയാം ഗായ്സ്.
വണ്ടി ഒന്ന് നീക്കിയിടാൻ പറയാം. ഗായ്സ് അപ്പം വിളിച്ച് പറഞ്ഞു, അയാൾ പറഞ്ഞു മാറ്റിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ഇനി പോകാം നമ്മുടെ വീട്ടിലോട്ട് ഗായ്സ്. പൈസയൊക്കെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇടിച്ചാൽ ഒന്നും വേണ്ടെങ്കിൽ ഗായ്സ്. ഒന്നും പറ്റില്ല, ഒരു വണ്ടിക്കൊന്നും പറ്റില്ല. നമുക്ക് പോവാം ഗായ്സ്. ഗായ്സ് വണ്ടി നല്ല സ്പീഡിൽ പോണു ഗായ്സ്. വണ്ടി മറിഞ്ഞു ഗായ്സ്. വണ്ടി മറിഞ്ഞു ഗായ്സ്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗായ്സ്. നമുക്ക് വണ്ടി തിരിച്ചിടാൻ നോക്കാം ഗായ്സ്. ഓ ഗായ്സ്, അപ്പോൾ ഗോട്ടി നമുക്ക് അടിച്ചു നോക്കിയിട്ട് ഈ വണ്ടിക്ക് തിരിക്കുക ഗായ്സ്. നമുക്ക് പോവാം ഗായ്സ്. റിച്ച് ഫാമിലിയാണ് ഗായ്സ്. നമുക്ക് നമുക്ക് ഇടിക്കുക ഗായ്സ്. അപ്പോൾ നമുക്ക് വണ്ടി ഇടിച്ച് സ്ട്രെയിറ്റ് ആക്കാം. നേരത്തെ പറഞ്ഞ നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം ഗായ്സ്. സ്ട്രെയിറ്റ് ആക്കാൻ പറ്റുള്ളൂ. എന്തോ പറയുന്നുണ്ട് ഗായ്സ്. വണ്ടി നല്ല വെയിറ്റാണ് വണ്ടിക്ക് ഗായ്സ്. ചെയ്യാൻ പറ്റുള്ളൂ ഗായ്സ്. നമുക്ക് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല ഗായ്സ്. നമുക്ക് വെടിവെച്ച് നോക്കാം ഗായ്സ്. നമുക്ക് തിരിച്ചെടുക്കാൻ നോക്കാം ഗായ്സ്. അപ്പം നമുക്ക് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി പോവാം ഗായ്സ് നമ്മളെ വീട്ടിലോട്ട് ഗായ്സ്. ബുഗാട്ടി തന്നെ ഇടിച്ച് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. നേരത്തെ പറഞ്ഞെല്ലാം ചെയ്തു ഗായ്സ്. നമുക്ക് പോവാം ഗായ്സ്. കണ്ടുപിടിക്കണം വണ്ടി മറിഞ്ഞിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഗായ്സ് പണി കിട്ടിയെന്ന് തോന്നുന്നു ഗായ്സ്. ഇനി നമുക്ക് ട്രെയിലർ വിളിക്കാം ഷോറൂമിൽ തന്നെ. എന്നിട്ട് നമുക്ക് വണ്ടി നേരെയാക്കാം ഗായ്സ്. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല ഗായ്സ്. എന്ത് ചെയ്യും ഗായ്സ്. വണ്ടിന് പുകയൊക്കെ വരാന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ വിളിക്കാം. ട്രെയിലർ കൊണ്ട് വണ്ടി ശരിയാക്കാൻ കൊണ്ടുവരാൻ പറയാം ഗായ്സ്. അപ്പം നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ആൾ പറഞ്ഞാല് ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു വണ്ടി ഇവിടെ ഇടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ട്രെയിലർ കൊണ്ട് പോവാം ഗായ്സ്. നമുക്ക് ട്രെയിലർ എടുത്ത് ഇപ്പൊ പോവാം ഗായ്സ്. നമുക്ക് ഇപ്പൊ നേരെ ആക്സിഡന്റ് ആയ സ്ഥലത്ത് ചെല്ലാം ഗായ്സ്. നമുക്ക് ആക്സിഡന്റ് ആയ സ്ഥലത്ത് ചെല്ലാം ഗായ്സ്. നമുക്ക് ഇങ്ങോട്ട് നേരെ ചെല്ലാം ഗായ്സ്. ആക്സിഡന്റ് ആയത് അവിടെ ഇട്ടാ ഗായ്സ്. നമുക്ക് അങ്ങോട്ട് പോവാം. റോൾസ് റോയ്സ് ആക്സിഡന്റ് ആയത് അവിടെ ഇട്ടാണ് ഗായ്സ്. അപ്പൊ നമ്മൾ റോൾസ് റോയ്സ് സ്പോട്ട് ചെയ്തിരുന്നത് അവിടെ കിടപ്പുണ്ട് ഗായ്സ്. വണ്ടി നമുക്ക് ഇനി ഇതിലോട്ട് കയറ്റാൻ നോക്കാം ഗായ്സ്. പൊട്ടി തെറിച്ച് കാര്യം തീർന്നു, നമ്മുടെ കാര്യം തീർന്നു ഗായ്സ്. വളരെ എട്ടിന്റെ പണിയാണ് ഗായ്സ്. വണ്ടി എന്താണ് കാണിച്ചു എന്ത് പൊട്ടിത്തരണോ അവൾക്ക് കണ്ണില്ല. വണ്ടി ഓടിക്കാൻ പോലില്ല. എന്ത് വിലയുള്ള വണ്ടിയാണെന്നറിയാം ഞങ്ങടാ ഗായ്സ്. നമുക്ക് ആ വണ്ടി ഇതിൻ്റെ അകത്ത് കയറ്റാൻ നോക്കാം. വണ്ടിയുടെ ബമ്പറൊക്കെ ഇളകി ഗായ്സ്. അതിൻ്റെ ഡോറില്ല ഗായ്സ്. വണ്ടി പോക വരാൻ തുടങ്ങി. ഫ്രണ്ടിലത്തെ ബോണറ്റൊന്നുമില്ല ഗായ്സ്. ഫ്രണ്ടിലത്തെ ബമ്പറൊന്നുമില്ല ഗായ്സ്. ഇത് അവന് തന്നെ കൊടുക്കണമായിരുന്നു ദൈവമേ. എന്താണ് വണ്ടിയുടെ ബമ്പറൊക്കെ പോവാറായി ദൈവമേ. അവൻ എന്ത് അഭിരാധോടെ ഞാൻ ചെയ്തു അവൻ്റെ അടുത്ത്. ഞാനെന്ത് ചെയ്തോളൂ അങ്ങോട്ട്. എൻ്റെ പാർട്ട്ണർഷിപ്പാണ്. അവനെൻ്റെ ഫ്രണ്ടാണ്. 2 ലക്ഷം രൂപയാണ് ശരിയാക്കുമ്പോൾ ഗായ്സ്. ഇപ്പം തന്നെ 10 മിനിറ്റ് ആയി ഗായ്സ്. നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യണം. 10 മിനിറ്റ് പോയി ഇങ്ങനെ ഫുഡ് കഴിക്കാനായി എനിക്ക്. ഈ വണ്ടി ഇയാൾ കാരണം എനിക്ക് പണി കിട്ടി ഗൈസ്. ഈ വണ്ടി എൻ്റെ പൊന്നൊരു കൺട്രോൾ പോയി ഗൈസ്.
വണ്ടി ഇടിച്ചോണ്ട് കൺട്രോൾ പോയി കിടക്കണ ഗൈസ്. വണ്ടി സ്റ്റക്കായി ഗൈസ് ഇവിടെ. വണ്ടി നമുക്ക് അവിടെ എത്തിച്ചിട്ട് കാണാം ഗൈസ് ഇനി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വണ്ടി ഇവിടെ എത്തി നിർത്തിയിട്ടുണ്ട്. വണ്ടി പോകുന്നുണ്ടിരിക്കണേ ഗൈസ്. അപ്പം നമുക്ക് 2 വണ്ടിയും ശരിയാക്കാം ഗൈസ്. എൻ്റെ വണ്ടി കുറേ വിറ്റുപോയി ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടി ശരിയാക്കാം ഗൈസ്. അപ്പം നമ്മൾ എല്ലാ വണ്ടിയും വെച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ റോഡ് റോഡ് ശരിയാക്കി ആളുടെ ഓണറിൽ തന്നെ കൊടുത്തു ഗൈസ്. അപ്പം നമുക്കിനി ട്രെവറായിട്ട് നമുക്ക് ട്രിപ്പ് പോവാം ഗൈസ്. ഫസ്റ്റ് ട്രെവറിനെ വിളിക്കാൻ പോയിട്ട് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകണം. നമുക്ക് ട്രെവറിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഗൈസ്. ട്രെവറിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഇത്തിരി ദൂരമുണ്ട് ഗൈസ്. ഇനി ട്രെവറിൻ്റെ വീടിൻ്റെ അടുത്തെത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മൾ ട്രെവറിൻ്റെ ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാ ഫ്ലാറ്റ്. നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ട്രെവർ താഴത്ത് വന്ന് നിൽക്കാന്നാ പറഞ്ഞത്. നമുക്ക് വിളിച്ചു ചോദിക്കാം. വേഗം വരാൻ വിളിക്കാം നമുക്ക്. ഗായ്സ് നമുക്ക് വിളിച്ചു ചോദിക്കാം. ഇപ്പോൾ വരുമെന്നാ പറഞ്ഞേക്കണേ. നമുക്ക് കാറിൻ്റെ അകത്ത് കയറി വെയിറ്റ് ചെയ്യാം ഗായ്സ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. അതാണ് ഫ്രാങ്ക്ലിന്റെ വണ്ടി ഗായ്സ്. നമുക്ക് അതിൽ കയറി പോവാം ഗായ്സ്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം ഗായ്സ്. അപ്പോൾ നമുക്ക് പോവാം ഗായ്സ്. നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം. ട്രെവർ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇരിപ്പുണ്ട് ഗായ്സ്. എയർപോർട്ടിൽ ചെന്ന് നമുക്ക് ഹെലികോപ്റ്റർ എടുത്ത് പോവാം ഗായ്സ്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് നിർത്താം ഗായ്സ്. അപ്പോൾ ടൈം 2:30 ആയിട്ടുണ്ട് ഗായ്സ്. നമുക്കപ്പോൾ ഹെലികോപ്റ്റർ എടുത്ത് വിടാം. ഡ്രൈവർ നമ്മുടെ പുറകെ വന്നുണ്ട് ഗായ്സ്. ഹെലികോപ്റ്ററിൻ്റെ മുകളിലാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലമാണ്. എൻ്റെ ബോഡി ഗാർഡ്സ് കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെ ഹെലികോപ്റ്റർ. സ്വന്തം പ്രൈവറ്റ് ഹെലികോപ്റ്ററാണ് ഗായ്സ്. പോയി കയറാം ഗായ്സ്. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്ററിൽ കയറി പോവാം ഗായ്സ്. അപ്പോൾ നമുക്ക് പോവാം. ഹെലികോപ്റ്റർ എടുക്കാം നമുക്കപ്പോൾ. അപ്പോൾ ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നേരെ ഗോവയിലോട്ട് വിടാം. നമ്മുടെ ഇത് കണ്ടിട്ടുണ്ട് ഗായ്സ്, ഷോറൂം. ഇത് ഇപ്പം തന്നെ എത്തും ഗോവ. കുറച്ചും കൂടി പോകണം ഗായ്സ്. അപ്പോൾ വണ്ടിക്ക് എന്തോ പണി കൺട്രോൾ ഇട്ടുള്ള ഗായ്സ്. വണ്ടി ക്രാഷ് ആകാൻ പോണു ഗായ്സ്. വണ്ടി കൺട്രോൾ ഇട്ടുള്ള അടുത്തെത്താറായപ്പോൾ ക്രാഷ് ആയി പോണു ഗായ്സ്. വണ്ടി ക്രാഷ് ആകണം ഗായ്സ്. വണ്ടി ഇപ്പോൾ ക്രാഷ് ആകും ഗായ്സ്. വണ്ടി ക്രാഷ് ആകാൻ പോണാണ് ഗായ്സ്. വണ്ടി ക്രാഷ് ആയി ഗായ്സ്. അടിക്കോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഓടാം ഗായ്സ്. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകും ഗായ്സ്. നമുക്ക് നോക്കാം ഗായ്സ്. ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് കരി വാളിച്ചിരിക്കണം ഗായ്സ്. അപ്പം നമ്മുടെ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗായ്സ്. ഹെലികോപ്റ്റർ ഇപ്പോൾ കാണാനില്ല ഗായ്സ്. നമുക്ക് ഇപ്പം ഗോവയിലോട്ട് വിടാം. അവിടെ നമ്മുടെ റിസോർട്ട് ഉണ്ട്, അങ്ങോട്ട് ചെല്ലാം നമുക്കിപ്പോൾ ഗായ്സ്. നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം ഗായ്സ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ തിരിച്ച് കാറിന് വീട്ടിലോട്ട് പോകാം. നല്ല ദൂരമായിരിക്കും. അവിടെ എത്തിയിട്ട് ഇനി കാണാം ഗായ്സ്. പോണ വഴി ഇത്തിരി നമുക്ക് കട്ട് ചെയ്ത് കാണാം ഗായ്സ്. അപ്പോൾ നമ്മൾ പോകാൻ പോണേണ് നേരെ വീട്ടിലോട്ട് ഗായ്സ്. നമ്മുടെ വണ്ടി ഒന്ന് ചരിഞ്ഞിട്ടുണ്ട്. അത് പ്രശ്നം നോക്കണ്ട, നമുക്ക് പോവാം. വണ്ടി സേഫ് ലാൻഡിങ് ഗായ്സ്. എങ്ങനെ വന്നാലും വണ്ടിക്കൊന്നും പറ്റാണ്ട് നല്ലോണം ഓടിക്കാൻ പറ്റിക്കണ്ട ഗായ്സ്. നമുക്കിനി വലിയ ലോങ് യാത്രയാണ്. നമുക്ക് പോവാം. നേരെ വീട്ടിലോട്ട് പോകാം ഗായ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കണതാണ് ഗായ്സ്. നമുക്ക് ഓഫ് റോഡ് പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പിടിക്കണേ. ഇപ്പം
ഗായ്സ് നമ്മുടെ വീട് നമ്മൾ കണ്ടിട്ടുണ്ട് ഗായ്സ്. നമ്മ എത്തി ഗായ്സ്. ഒച്ചോ വണ്ടി ഇടിച്ച് ഗായ്സ്. നമ്മ ഇപ്പൊ താഴെ വീണ് ഗായ്സ്. നമ്മ വണ്ടി ഇടിച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് നമുക്ക് വണ്ടി കയറി പോവാം ഗായ്സ്. വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ. രാത്രി ആകാറായി ഗായ്സ്. സന്ധ്യ ഇപ്പൊ കുറെ നേരമായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. നമ്മിപ്പോ ഉള്ളത് ഡൽഹിയിലാണ് ഗായ്സ്. ഡൽഹി നമ്മുടെ വീട് ഡൽഹിയിലാണ്. ഡൽഹിന്ന് ഗോവയിലോട്ട് നല്ല ഇതുണ്ട്, ദൂരമുണ്ട് ഗായ്സ്. അപ്പം നമ്മുടെ വീട്ടിലോട്ട് വിടാം. വണ്ടി നമുക്ക് ശരിയാക്കിയാൽ മതി ഗായ്സ്. ഇനി നമുക്ക് വീട്ടിലോട്ട് വിടാം ഗായ്സ്. ഇത് നമ്മുടെ വീടെത്തി. ഈ വളവളച്ചാൽ മതി ഗായ്സ്. വളവളച്ചോണ്ട് വീട്ടിൽ കയറാം നമുക്ക് ഗായ്സ്. നമ്മളിപ്പോൾ വണ്ടിയുടെ ഇടയിൽ കൂടിയൊക്കെ എടുത്ത് പോക്കുണ്ടാവും ഗായ്സ്. അപ്പം നമ്മ ഇപ്പോൾ കയറും ഗായ്സ് വീടിൻ്റെ അകത്തോട്ട്. ഗായ്സ് കയറാൻ ഇപ്പോൾ വെറും 2 സെക്കൻഡ് മതി ഗായ്സ്. വീടിൻ്റെ അകത്ത് കയറി നമുക്ക് കിടന്നുറങ്ങാൻ നോക്കാം. എന്നിട്ട് നാളെ വരാം നമുക്ക്. കേട്ടോ ഗായ്സ്, നമുക്ക് നാളെ വരാം. വണ്ടിയിൽ നിന്ന് ഇപ്പം ഇറങ്ങാം ഗായ്സ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ബെഡിലോട്ട് പോവാം. ഇനി വേഗം പോണം. എന്ത് വേർത്ത് കുളിച്ച് കണ്ട ഗായ്സ്. എന്താ അവസ്ഥയെന്ന് പറയാം. വേർത്ത് കുളിച്ച് അവശനായിട്ടിരിക്കണേ ഗായ്സ്. ഇപ്പം നമുക്ക് കിടന്നുറങ്ങി നാളെ കാണാം ഗായ്സ്. അപ്പം നമുക്ക് അണ്ണൻ കോൾ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞത് എന്തോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ എടുത്തു അടിച്ച് മാറ്റിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞേക്കണേ ഗായ്സ്. നമ്മുടെ 2 വണ്ടി പോയി. മഹേന്ദ്രൻ താറും ലംബോർഗിനി അയാളെ കട്ടെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിക്കാം. നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. എന്ത് സീനാണ് ഗായ്സ്. മഹേന്ദ്രൻ താറിൻ്റെ ലംബോർഗിനി അടിച്ചോണ്ട് പോയിക്കണം. അതിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മോള് ഗായ്സ്. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് കയറ്റാം ഗായ്സ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ പാർക്ക് ചെയ്യാം. വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. പോലീസ് സ്റ്റേഷൻ്റെ പുറകിലായിട്ട് പാർക്ക് ചെയ്യാം ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മ പോകാൻ പോണേണ് പോലീസിൻ്റെ അടുത്ത് പറയാൻ ഗായ്സ്. ഫോർച്യൂണറൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ ഗായ്സ്. പോലീസ് വണ്ടി ഉണ്ട്, 2 ഫോർച്യൂണർ ഉണ്ട് ഗായ്സ്. സോറി ഗായ്സ്, 2 ഫോർച്യൂണർ അയ്യോ പിന്നെ മാറിപ്പോയി ഗായ്സ്. 2 പോലീസ് വണ്ടി 1 ഫോർച്യൂണറാണ്. അത് മാറിപ്പോയതാണ് ഗായ്സ്. പോലീസുകാരാ എൻ്റെ വണ്ടി കാണാനല്ല, 2 വണ്ടി തട്ടിക്കൊണ്ടുപോയി. ഒന്ന് കണ്ടുപിടിച്ച് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഓക്കെ സാർ. ഗായ്സ് ഇപ്പം നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ വീട്ടിലോട്ടെല്ലാം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വിളിക്കാന്നെന്തോ പറഞ്ഞിട്ടുണ്ട്. വണ്ടി കിട്ടിയാ നമുക്കിപ്പോൾ വീട്ടിലോട്ടെല്ലാം നമുക്കിപ്പോൾ അത് നമുക്ക് വണ്ടി കയറാം. നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് വിടാം ഗായ്സ്. അപ്പം നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ വീടെത്തി ഗായ്സ്. നമുക്ക് സ്കിഡ് അടിച്ച് നോക്കാം ഗായ്സ്. നമുക്ക് സ്കിഡ് അടിച്ചിട്ടുണ്ട് ഗായ്സ്. ഞാൻ വീടിൻ്റെ അകത്ത് കയറി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗായ്സ്. അപ്പം നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കയറാം ഗായ്സ്. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പം വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം, ചായയൊക്കെ കുടിച്ചിരിക്കാം ഗായ്സ്. അപ്പം നമുക്കൊരു കോള് വന്നിട്ടുണ്ട് രാഹുൽ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്ക് പോലീസുകാരെ വിളിച്ചു പറഞ്ഞിരുന്ന വണ്ടി കിട്ടി. നമുക്ക് ചെന്ന് വണ്ടി എടുത്തിട്ടും വരാം ഗായ്സ്. നടന്ന് പോയി ഇവിടുന്ന് അത്രയും ദൂരമുള്ളൂ ഗായ്സ്. ഇത്തിരി ദൂരമുള്ളൂ പോലീസ് സ്റ്റേഷനിലോട്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം ഗായ്സ്. അപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. നമുക്ക്
വണ്ടി എടുത്തിട്ടും വരാം ഇപ്പം. ഗൈസ് നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് ഗൈസ് ഇവിടെ. നമുക്ക് വണ്ടിയുടെ താക്കോല് വാങ്ങിച്ചിട്ടും വരാം. ചേട്ടാ മഹേന്ദ്രൻ താറിന്റെയും ലംബോർഗിനിയുടെയും താക്കോൽ ഇതാ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഫസ്റ്റ് മഹേന്ദ്രൻ താർ എടുത്തിട്ടും പോവാം. അതിൻ്റെ തിരിച്ചു വന്നിട്ട് നമ്മുടെ ലംബോർഗിനി എടുക്കുക ഗൈസ്. മഹേന്ദ്രൻ താർ അവർ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അവര് നന്മയുള്ള ലോകമായി ഗൈസ്. പോലീസുകാര് നന്മയുള്ള ലോകം. വണ്ടിയുടെ ഡോറൊക്കെ പോയി കിടക്കണല്ലേ ഗൈസ്. അത് ശരിയാക്കിയപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പോലീസുകാരായിരിക്കില്ല ചെയ്തേക്കണ ഗൈസ്. കള്ളനായിരിക്കും മിക്കവാറും ചെയ്തേക്കണ. മഹേന്ദ്രൻ താറല്ലേ കിട്ടിയേക്കണ. മോഡിഫൈ ചെയ്തെടുക്കണ്ടേ. കള്ളനായിരിക്കും ഗൈസ് ചെയ്തേക്കണ. എൻ്റെ ഡ്രൈവിങ് ഉണ്ടാ ഒരു എത്തിരി ഇട്ടിയൊക്കെ കിട്ടി അത്രയുള്ളൂ. നമുക്ക് സ്കിഡ് അടിച്ചെടുത്ത ഗൈസ്. നമ്മൾ നിർത്തിയിട്ടുണ്ട്. നമുക്കൊരു സൈക്കിളുണ്ട്. ആ സൈക്കിളെടുത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഗായ്സ് നമ്മുടെ സൈക്കിളല്ല ഗായ്സ്, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിൾ. അവന് വേണ്ടാന്ന് പറഞ്ഞാൽ അതിന് ബ്രേക്കൊക്കെ പോയിരിക്കണേ. അതുകൊണ്ട് നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ. ഗായ്സ് ഇപ്പം നമുക്ക് നമ്മുടെ ലംബോർഗിനി എടുക്കാൻ പോവാം. ഗായ്സ് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാം. എന്നിട്ട് അവിടെ വെച്ച് കാണാം ഗായ്സ്. നമുക്ക് ലംബോർഗിനി എടുത്തിട്ടും വരാം. വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ഗായ്സ്. വണ്ടിക്ക് കൺട്രോൾ ഇട്ടണല്ലോ. ആക്സിലേറ്റർ എടുക്കെടുക്കേ കൊടുക്കുള്ളൂ ഗായ്സ്. ഇത് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ലംബോർഗിനി ഇവിടെ ഇപ്പം ഉണ്ട് ഗായ്സ്. നമുക്ക് ഈ സൈക്കിൾ ഇവിടെ ഉപേക്ഷിക്കാം ഗായ്സ്. അപ്പം നമ്മൾ ലംബോർഗിനി ഇപ്പം എടുത്തിട്ടും പോവാം. ഗായ്സ് നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. ഇപ്പം ലംബോർഗിനി ഇങ്ങനെ ഗായ്സ്. ഇൻഡിക്കേറ്ററൊക്കെ കണ്ടോ? ഒറ്റാണ് ഇൻഡിക്കേറ്ററൊക്കെ. നിങ്ങൾക്കറിയില്ല ഗായ്സ്. നമുക്കിപ്പോൾ പോകാം. വണ്ടി അവിടെ നിർത്താം ഗായ്സ്. അപ്പം നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ സമയം 7 മണിയായി രാത്രി. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമുക്ക് വീട്ടിൽ കയറാം ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. അതെൻ്റെ ഒരു ഇതാണ്. ബൈ ബൈ.